ഫെലിക്സ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. ഫെലിക്സ്, നേരത്തെ വിവരങ്ങൾ പങ്കുവെച്ചു കഴിഞ്ഞു. അവിടെ ആളുകളെ ബോട്ടുകളിലെത്തി സുരക്ഷാ പ്രവർത്തകർ മാറ്റിക്കൊണ്ടിരിക്കുന്നു. വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സംവിധാനങ്ങളുമില്ല. സ്ഥിതി കൂടുതൽ വഷളാവുകയാണോ? കൂടുതൽ ആളുകൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറേണ്ട സ്ഥിതിയാണോ? ദിവിഷ്, കണ്ണൂർ ചെക്കിച്ചിറ എന്ന സ്ഥലത്ത് ഇവിടെ നമ്മൾ രാവിലെ വന്നതാണ്. ഇവിടുത്തെ വെള്ളമൊക്കെ നമ്മൾ കാണിച്ചതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഗർഭിണി കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അതിന് ഫയർഫോഴ്സിന്റെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീടിനുള്ളിലാണ് ഗർഭിണി ഉള്ളത്. അപ്പോൾ അവരെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഫയർഫോഴ്സിനെ അവർ വിവരം അറിയിച്ചത്. ഇവിടെ ഈ വീടിന് ചുറ്റും വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വെള്ളക്കെട്ട് രൂപപ്പെടുക മാത്രമല്ല, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിയും ഈ മേഖലയിലുണ്ട്. ഇവിടെ ഒരു ഓടയുണ്ട്. ഈ ഓടയ്ക്ക് മുകളിൽ സ്ലാബ് നിർമ്മിച്ചിട്ടില്ല. സ്ലാബ് നിർമ്മിക്കാത്തത് കൊണ്ട് തന്നെ ഈ മഴക്കാലത്ത് വലിയ രീതിയിൽ ഇവിടെ വെള്ളം ഉണ്ടാകും. അങ്ങനെ വെള്ളം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ പുറത്തേക്ക് ആളുകൾക്ക് ഇറങ്ങാൻ കഴിയാതെ കുടുങ്ങിപ്പോകുന്നൊരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ ചെക്കിച്ചിറ എന്ന സ്ഥലത്ത് ഒരു ഗർഭിണി അടക്കം വീട്ടിൽ കുടുങ്ങി. അപ്പോൾ അവരെ പുറത്തേക്ക് എത്തിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ സഹായം തേടിയിട്ടുള്ളത്. ഫയർഫോഴ്സ് ഇവിടെ എത്തി അവരെ. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ വഴി ഒരു വലിയ വെല്ലുവിളിയാണ് എന്നതാണ്. കാരണം വലിയ വെള്ളമാണ് റോഡിലുള്ളത്. അപ്പോൾ ആ വലിയ രീതിയിൽ വെള്ളം റോഡിൽ ഉയർന്നത് കൊണ്ട് തന്നെ ഈ വഴി നടക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ഓടയ്ക്ക് മുകളിൽ സ്ലാബില്ല. ഈ സ്ഥലത്തോട് ചേർന്ന് വല്ല പുഴയൊക്കെ ഒഴുകുന്നതാണോ? ഇതെങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് ഇത്രമാത്രം വെള്ളം തള്ളിക്കേറി വരുന്നത്? കക്കാട് പുഴയോട് ചേർന്ന ഒരു പ്രദേശമാണ് ചെക്കിച്ചിറ. അപ്പോൾ കക്കാട് പുഴയോട് ചേർന്ന മേഖലയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ രീതിയിൽ വെള്ളം ഉയരാറുള്ളത് എന്നതാണ് ഇവിടെയുള്ളവർ പറയുന്നത്. അങ്ങനെ വെള്ളം കയറിയ, അതായത് സ്ഥിരമായി, അതായത് മഴ പെയ്യുമ്പോഴൊക്കെ തന്നെ ഈ പ്രദേശത്ത് വെള്ളം കയറാറുണ്ട്. വെള്ളം കയറുന്ന സമയത്തൊക്കെ വീടുകൾക്ക് ഉള്ളിലേക്കടക്കം വെള്ളം കയറുന്നുണ്ട്. ഇനിയിപ്പോൾ വീടുകൾക്ക് ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടില്ല, മുറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീടുകൾക്കുള്ളിലേക്കും വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതായാലും മഴ അല്പം മാറി നിൽക്കുന്നത് ഒരു ആശ്വാസം തന്നെയാണ്. ഏതായാലും ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തി പരമാവധി ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നടക്കം ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ വലിയ വെള്ളക്കെട്ടാണ്. വീടിന് ചുറ്റും വെള്ളം നിറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഗർഭിണിയായ സ്ത്രീയുണ്ട്. ആ ഗർഭിണിയായ സ്ത്രീക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അങ്ങനെയാണ് ഫയർഫോഴ്സ് വിവരം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം എത്രമാത്രം വെള്ളം ഇവിടെ ഉണ്ട് എന്ന്. വെള്ളമുണ്ട് എന്ന് മാത്രമല്ല, വെള്ളം ഇത്രയും ഉയരത്തിൽ വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം. അങ്ങനെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ഒക്കെ ആവശ്യം വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കക്കാട് പുഴയോട് ചേർന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇത്രയേറെ വെള്ളം ഇവിടെ ഉയർന്ന് ഇവിടെ. ഫെലിക്സ്, എന്തായാലും ഇങ്ങനെ ഈ വെള്ളം കയറി വരുമ്പോൾ ഒരു അപകട ഭീഷണി ഇഴജന്തുക്കളൊക്കെ ഒഴുകി വരാനുള്ള സാധ്യതകളുണ്ട്. കുട്ടികളെയൊക്കെ ദയവായി ശിക്കുക, വെള്ളത്തിൽ കളിക്കുക. വെള്ളം ഇങ്ങനെ കയറി വരും ആദ്യമൊക്കെ നമുക്കൊരു കൗതുകമായിരിക്കും വെള്ളത്തിൽ കളിക്കാനൊക്കെ തോന്നും. പക്ഷേ ഇഴജന്തുക്കൾ പ്രത്യേകിച്ചും പുഴയോട് ചേർന്ന ഭാഗമാണെങ്കിൽ ദൂരെ നിന്നൊക്കെ ഇത്തരം ജീവികളൊക്കെ ഒഴുകി വരാനുള്ള സാധ്യതകളുണ്ട്. മറ്റ് മാലിന്യ വസ്തുക്കൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വേണ്ട ശ്രദ്ധ എല്ലാവരും പുലർത്തുക എന്നതാണ്. ഇതാണ് ചെക്കിച്ചിറ, കണ്ണൂരിലെ ചെക്കിച്ചിറ എന്ന ഭാഗത്തെ ജനങ്ങളുടെ ദുരിത കാഴ്ചയാണ്. ഇപ്പൊ രക്ഷാപ്രവർത്തകർ തന്നെ പായൽ മൂടി നിൽക്കുന്ന സ്ഥലത്താണ്. പരിചയമില്ലാത്ത സ്ഥലമാണെങ്കിൽ നോക്കൂ, എത്ര പെട്ടെന്നാണ് അടുത്തേക്ക് ആളുകൾക്ക് ചെല്ലാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് അവരുടെ സേവന മനോഭാവത്തെ കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. എത്ര ആരോഗ്യകരമായ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ അപകടങ്ങൾക്കോ ഒക്കെ കാരണമാകുന്ന ഇടങ്ങളിലേക്കാണ് ജനങ്ങൾ ഒന്ന് വിളിക്കുന്ന സമയത്ത് ഇറങ്ങി ഓടി